ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക തരം പോസിറ്റീവ് വൈബാട്ടോ. അപ്പോൾ ദാ ഇതേപോലെ രാത്രി എല്ലാം സെറ്റാക്കി വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഒരുപാട് ജോലി ഭാരം കുറയും. അതേപോലെ എനിക്ക് കിട്ടിയതായിട്ട് രാത്രി നല്ല 8ൻ്റെ പണി ഇതേപോലെ ചെറിയ മീനാണ്. ഈ ചെറിയ മീൻ വൃത്തിയാക്കി എടുക്കാൻ എത്ര പ്രയാസം ഉണ്ടാവും. എങ്കിലും ഞാൻ രാത്രി ഇത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ്, അതുമല്ല നമുക്ക് ആവശ്യമുള്ള മീൻ ഇതേപോലെ മസാല പുരട്ടി കണ്ടെയ്നർ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു കട്ടൻ ചായ തുടങ്ങിയാലോ. അപ്പം ഞാനിതാ ഒരു കട്ടൻ ചായ തുടങ്ങി നിന്നിട്ടുണ്ടോ. ഇതൊന്ന് ചായ ആയതിന് ശേഷം എനിക്ക് കുടിക്കാനല്ല കേട്ടോ, ഉപ്പായ്ക്ക് വേണ്ടിയിട്ടാണ്. ഉപ്പ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഒരു ചായ പതിവാണ്. അപ്പം ഞാനിത് ഈ ഒരു അര ഗ്ലാസ് ചായ ഒഴിച്ച് നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാൻ പോവാട്ടോ. ഉപ്പ എഴുന്നേൽക്കുന്ന മുന്നേ ഈ ഒരു ചായ കുടിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖം കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, അവരെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഒരു ചായ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചായ അവിടെ കൊണ്ടുവെക്കാം. ഇനിതാ നമ്മുടെ വിറകടുപ്പിലേക്ക് ഞാനൊരു കുറച്ച് കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ, കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യം തന്നെ കുടിക്കുന്ന വെള്ളം വയ്ക്കും. ഇനി നമ്മുടെ മെഷീനിൽ നേരത്തെ ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് ഒന്ന് ആറിയിടാം. ബാക്കിയും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ കൊണ്ട് ആറിയിട്ടതിന് ശേഷം മാത്രം ഞാൻ ബാക്കി അടുക്കളയിലേക്കുള്ള ജോലി നിൽക്കാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മുറ്റമടിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്, പക്ഷേ ഒരു എക്സസൈസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നും പതിവാക്കും. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ അവിടെ കൊണ്ട് ആറിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും നമ്മൾ തോറയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീണ്ടും നമ്മുടെ ആ ഒരു ചട്ടിയിലാണ് നമ്മുടെ നേരത്തെ കണ്ടില്ലേ ആ ഒരു കറി വെക്കുന്നത് കേട്ടോ. ആ ഒരു ചെറുമീനാണ്. മാത്രമല്ല ഇതേപോലെ ചെറിയ ടിഫിനിൽ നമ്മുടെ പച്ചക്കറിക്കും കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ രാത്രി സെറ്റാക്കി വെക്കാറാണ് പതിവ്. പച്ചക്കറിക്കായിട്ട് പച്ചക്കറിയുടെ മസാലയൊക്കെ ഇട്ടു. തേങ്ങ രാവിലെയാണ് ചെറുകാറ്, കാരണം തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെയാണ് ചെറുകാറ്. അപ്പോൾ മീനിൻ്റെ തണുപ്പൊക്കെ വിട്ടു. ആ ഒരു മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ചെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ട് അതിലേക്ക് നമ്മുടെ അരിപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിയും കൂടി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പച്ചക്കറിയും മുളകിട്ട കറിയും അതിലേക്ക് വറവൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ രാത്രി നമ്മുടെ പൊടി കുഴച്ച് വെച്ചത് കൊണ്ട് നമുക്ക് പത്തിരിയാണ് കേട്ടോ. ഇവിടെ കണ്ണു വെച്ച പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ണു വെച്ച പത്തിരിയും നമ്മുടെ മുളകിട്ട കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഉച്ചയ്ക്ക് പച്ചക്കറിയാണ്, ഇതിൻ്റെ കൂടെ തന്നെ മുളകിട്ട കറിയും ഉണ്ടാവും. ഇനി എനിക്ക് ആവശ്യത്തിന് മാത്രം ഞാൻ കുറച്ച് മീനെടുത്ത് പൊരിക്കാറുണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്, ബാക്കി എവിടേക്കുള്ളതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മീനെടുക്കുന്നത്. ബാക്കി ഞാൻ ആ കണ്ടെയ്നർ തന്നെ സൂക്ഷിക്കും, രാത്രിയത്തേക്കാണ്. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 തരം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാനാണ്. വീട് നിത്യം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികളുണ്ടായതുകൊണ്ട് ഞാൻ എന്നും തുടയ്ക്കാറുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ സമയമില്ലാത്ത സമയങ്ങളിൽ ഒന്ന് തുടച്ചെടുക്കാറാണ് പതിവ്. അപ്പം ഇനിയാണ് നമ്മുടെ ഒരു പണി. ഈ ഒരു സംഭവം ഞാനിതിട്ട് കലക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലേ. ഇതാണ് മൈദ. മൈദ കുറച്ച് വെള്ളത്തിൽ നിന്ന് കലക്കിയെടുക്കാൻ. ആ ഒരു സമയം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മൈദ ഞാനൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ രണ്ടാമത് മെഷീനിലിട്ടില്ലേ, അതിൽ വെള്ള ഡ്രസ്സ് തന്നെയായിരുന്നു, ഉപ്പയുടെ വെള്ള ഷർട്ടുകളാണ്. അത് നമ്മൾ കോട്ടൺ ഷർട്ടുകളാണ്. അപ്പോൾ അത് ഇതേപോലെ മൈദ മുക്കിയെടുക്കാറാണ് പതിവ്. ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഏകദേശം നമ്മുടെ സമയമാവുന്നുണ്ട് നമുക്ക്. അപ്പോഴാണ് കുട്ടികളുടെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇടാൻ ഞാൻ ഇന്നലെ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇക്കയാണ് ഇടയ്ക്ക് എനിക്ക് ചെയ്യാറ്, പക്ഷേ ഇക്ക ഇപ്പോൾ പുറത്ത് പോയതുകൊണ്ട് ഞാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അവർ അയൺ ചെയ്ത് വെച്ചു. ഇനി എൻ്റെ ടിഫിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മക്കളുടെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സമയം ഏകദേശമായി. അപ്പോൾ എല്ലാ ടിഫിനൊക്കെ വെച്ചു. ഇനി എൻ്റെ ഡ്യൂട്ടിയുടെ സമയമായി. ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ ധരിച്ചു, ലൈറ്റൊക്കെ ഓഫാക്കി, മക്കളൊക്കെ റെഡിയാണ്. അപ്പം ആദ്യം ഞാനാണ് സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അതിനുശേഷം ഇക്ക മക്കളെയും കൊണ്ടുവെക്കലാണ് പതിവ്. അപ്പം എൻ്റെ സ്കൂളാണ് കേട്ടോ ഇത്.